Good morning all. Today in this session we are going to study about standard deviation which comes under the heading measures of dispersion. Measures of dispersion ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ SD അഥവാ ഗ്രീക്ക് ലെറ്റർ സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷനും നോക്കുക. എസ് ഡി ഓർ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ മീൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. സ്മോൾ ലെറ്റർ എക്സ് എന്ന് വെച്ചാൽ ഓരോ ഡേറ്റയുടെയും വാല്യൂസ്. ഓക്കെ, അപ്പോൾ എസ് ഡി കാണാൻ ചെയ്യുന്നത് ഇതാണ്. ഓരോ ഐറ്റത്തിൽ നിന്നും ആവറേജ് കുറയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, സ്ക്വയർ എടുക്കുന്നു, അതായത് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ സം ഒന്ന് നോക്കി വെക്കുക. ആഫ്റ്റർ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഈ കിട്ടിയ ആൻസറിൻ്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഈ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് തന്നെ ഡെഫിനിഷൻ കിട്ടും. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ്, അല്ലേ, സ്ക്വയർ റൂട്ടാണ് എന്തിൻ്റെ? അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ. സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷനെയാണ് നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ എന്ന് കൊടുത്തിട്ടില്ലേ, അതാണ് അരിത്തമെറ്റിക് ആവറേജിൽ നിന്നുള്ള സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. ടേക്കൺ ഫ്രം, എവിടെ നിന്നാണ് അത് എടുത്തേക്കുന്നത്? സീരീസിൻ്റെ അരിത്തമെറ്റിക് ആവറേജിൽ നിന്നും. മോഡും മീഡിയനൊന്നും അല്ല, മീനിൽ നിന്ന് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ തന്നെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും പറയാറുണ്ട്. ഫീച്ചേഴ്സ് ഒന്ന് നോക്കിക്കോളുക. അതുപോലെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ് ഡ്യൂറിങ് 1823. ഓക്കെ, മീൻ ഡീവിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കാം. മീൻ ഡീവിയേഷൻ എന്ന് പറയാൻ നേരത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മീനിൽ നിന്ന്, അല്ലെങ്കിൽ മോഡിൽ നിന്ന്, അതും അല്ലെങ്കിൽ മീഡിയനിൽ നിന്ന്. അതേസമയം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് അഥവാ മീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മീൻ ഡീവിയേഷനിൽ ആൾജിബ്രിക് സൈൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഒക്കെ ഇഗ്നോർ ചെയ്തേക്കുമായിരുന്നു, ബിക്കോസ് നമ്മൾ മോഡുലസ് എടുത്ത് ആണ് ചെയ്തിരുന്നത്. അതേസമയം സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഇഗ്നോർ ചെയ്യുന്നില്ല, എന്നാലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആകും. കാരണം സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് പോസിറ്റീവായി മാറും. സോ ഇറ്റ് നീഡ് നോട്ട് ബി ഒമിറ്റഡ്. മീൻ ഡീവിയേഷൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ്റെ സമ്മാണ്. അതേസമയം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ആണ് എടുക്കുന്നത്. മീൻ ഡീവിയേഷൻ കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ച് കോംപ്ലെക്സ് ആണ്, റൂട്ടൊക്കെ വരുന്നതുകൊണ്ട്. അതുപോലെ മീൻ ഡീവിയേഷൻ എല്ലാ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസും ഒന്നും ഇല്ല. അതേസമയം സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാത്തമാറ്റിക്കലി സൗണ്ട് ആണ് എന്ന് പറയാം. നൗ ഹൗ ടു ഫൈൻഡ് ഓർ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ 3 ടൈപ്പ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ 3 ടൈപ്പ് സീരീസ് കാണും. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആസ് വെൽ ആസ് കണ്ടിന്യൂസ് സീരീസ്. ഈ 3 ടൈപ്പ് പ്രോബ്ലംസും നോക്കണം. ആദ്യമേ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ്. അത് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം ആക്ച്വൽ മീൻ. ഓക്കെ, ഇക്വേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ തന്നെ അത്, റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡീവിയേഷൻ ആണ്, എക്സ് മൈനസ് എക്സ് ബാർ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്നും കൊടുക്കാം. ഓക്കെ, പ്രോബ്ലം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡേറ്റ മാത്രം ഒറ്റ ലൈനിലാണ് തന്നേക്കുന്നത്. സോ നമുക്കറിയാം ഇത് ഏത് സീരീസാണ്, ഇൻഡിവിജ്വൽ സീരീസാണ്. അപ്പോൾ തന്നേക്കുന്ന ഡേറ്റയെ എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് എന്ത് കാണണം? ഡി കാണണം. ഡി കാണുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ അറിയണം. എക്സ് ബാർ എന്താണ്? എക്സ് ബാർ എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ആവറേജ് അഥവാ മീൻ. അപ്പോൾ എക്സ് ബാർ ഒന്ന് നമ്മൾ താഴത്ത് കണ്ടുപിടിച്ച് വെച്ചു. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ ആദ്യത്തെ കോളത്തിൻ്റെ സമ്മാണ്, അത് 550 ഡിവൈഡഡ് ബൈ എൻ. എൻ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, എണ്ണി നോക്കുക 10 എണ്ണമാണ്. സോ 550 by 10 55 എന്ന് എക്സ് ബാർ കിട്ടി.
അപ്പോൾ ഡി കാണാൻ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം എക്സ് മൈനസ് 55. അപ്പോൾ 10 മൈനസ് 55 മൈനസ് 45, ദെൻ 20 മൈനസ് 55 മൈനസ് 35. ആ രീതിയിൽ ഡി കിട്ടി. ഡി കോളം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക, ഡിയുടെ സ്ക്വയർ കാണുക. കാരണം നമ്മുടെ ഇക്വേഷനിൽ ഡിയുടെ സ്ക്വയർ ആണ് ആവശ്യം. സോ സ്ക്വയർ കാണുന്നു. 45ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 45 ഇൻറ്റു 45 ഇപ്പോൾ 2025 കിട്ടും. നെഗറ്റീവ് സ്ക്വയർ ചെയ്താൽ ഓൾറെഡി അത് എന്താകും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും. അതുകൊണ്ടാണ് പോസിറ്റീവ് സൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാണുന്നു. ലാസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ സം കാണുന്നു, സിഗ്മ ഡി സ്ക്വയർ. അത് 8250 കിട്ടി. ഇനി ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ 28.72 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നൊരു ടേം ഉണ്ട്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേറ്റീവ് മെഷറാണ്. അതുപോലെ നമ്മൾ ഈ സി വി യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് ഇല്ലേ, ആൻസേഴ്സ് നോക്കാൻ നേരത്ത് അത് വേരിയബിൾ ആണോ, സ്റ്റേബിൾ ആണോ, കൺസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. അതുപോലെ ഈ പറഞ്ഞ 1-2 പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. സി വി കൂടുവാണെങ്കിൽ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുവാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും, കൺസിസ്റ്റൻസിയും കുറയും. നേരെ ഓപ്പോസിറ്റുമാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും, കൺസിസ്റ്റൻസി കൂടും. ഞാൻ ആ നോട്ടെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ, അതൊന്ന് നോക്കിയേക്കുക. ലോ സി വി ആണെങ്കിൽ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ ആ പറയുന്ന ഡേറ്റ കൂടുതൽ സ്റ്റേബിളായിരിക്കും, കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ കുറവ് വേരിയബിൾ ആയിരിക്കും, വേരിയബിലിറ്റി കുറവായിരിക്കും. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കണം. ലോ സി വിക്ക് പകരം ഹൈ സി വി വന്നാൽ ഇതൊക്കെ ജസ്റ്റ് റിവേഴ്സ് ആവും. ഹൈ സി വി ആണെങ്കിൽ അല്ലെങ്കിൽ മോർ സി വി ആണെങ്കിൽ എന്ത് പറ്റും, ലെസ് സ്റ്റേബിൾ, ലെസ് കൺസിസ്റ്റൻറ്റ്, മോർ വേരിയബിൾ, ആ രീതിയിൽ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. റോൾ നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാർക്സും തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാലോ ഇത് ഏത് സീരീസാണ്. ഇത് നെക്സ്റ്റ് സീരീസിലോട്ട് എത്തി, നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് എത്തി. ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോറി, ഡിസ്ക്രീറ്റ് സീരീസ് അല്ല, റോൾ നമ്പറും മാർക്സും ആണ് തന്നേക്കുന്നത്. റോൾ നമ്പർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഡേറ്റയല്ലേ, അല്ലാണ്ട് അതിൻ്റെ ഫ്രീക്വൻസി അല്ലല്ലോ, ഫ്രീക്വൻസി അല്ല. സോ ഇത് ഇൻഡിവിജ്വൽ സീരീസ് തന്നെ കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ഇൻഡിവിജ്വൽ സീരീസ് തന്നെയാണ്. അപ്പോൾ തന്നേക്കുന്ന ഡേറ്റ എക്സ് എന്നും പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. 50, 45, 60, 44 ആ രീതിയിൽ എഴുതി. ഒന്നും റെപ്പിറ്റേഷൻ ഇല്ല. സപ്പോസ് റെപ്പിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത് എന്ത്, എക്സ് എഴുതി. ഇനി എന്ത് കാണണം, ഡി കാണണം, എക്സ് മൈനസ് എക്സ് ബാർ. അതിന് മുന്നേ എക്സ് ബാർ താഴത്ത് കണ്ടുപിടിച്ചു, സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ 540/10 54 എന്ന് കിട്ടി. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം എക്സ് മൈനസ് 54. അപ്പോൾ 50 മൈനസ് 54 മൈനസ് 4, 45 മൈനസ് 54 മൈനസ് 9. ആ രീതിയിൽ ഡി എന്ന കോളം കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഡിയുടെ സ്ക്വയർ കാണുക, ലാസ്റ്റ് അതിൻ്റെ സമ്മും കൂടെ കാണുക. സം നോക്കുമ്പോൾ 862 എന്ന് കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, √സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. അപ്പോൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9.28 എന്ന് കിട്ടും എസ് ഡി. ഇനി സി വി കൂടെ കാണുക. കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സി വി ഈക്വൽ ടു എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ സി വി കിട്ടുന്നത് പെർസെൻറ്റേജിലായിരിക്കും. ഇൻറ്റു 100 ഉള്ളതുകൊണ്ട് ആ വാല്യൂ പെർസെൻറ്റേജിലാണ് കിട്ടുന്നത്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഇൻഡിവിജ്വൽ സീരീസ് തന്നെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം.
ഓക്കെ, അതുപോലെ ഇവിടെ CV കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒറ്റ ഡേറ്റ ആയതുകൊണ്ട് വലിയ രീതിയിൽ പറയാൻ പറ്റത്തില്ല. അതേസമയം രണ്ട് വാല്യൂസ്, രണ്ട് CV ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് പറയാമായിരുന്നു കൂടുതൽ സ്റ്റേബിൾ ആണോ, കൂടുതൽ കൺസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ. സോ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ അസ്യൂംഡ് മീനിൽ നിന്നായിരിക്കും അത് എടുക്കുന്നത്. ഇക്വേഷനും വ്യത്യാസമുണ്ട്. നോക്കുക, SD ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ dx² n മൈനസ് സിഗ്മ dx/n ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ dx കാണണം, dxൻ്റെ സം കാണണം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണണം. പിന്നെ വേറൊരു ടൈമിൽ എന്ത് ചെയ്യുക, സിഗ്മ dx മാത്രം കാണുക, ദെൻ സിഗ്മ dx/n ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് തമ്മിൽ കുറച്ചിട്ട് ഹോൾ റൂട്ട് എടുക്കുക. ഇതാണ് ഇക്വേഷൻ. പ്രോബ്ലം നോക്കാം. അതുപോലെ dx എന്ന് പറയുന്നത് x-a ആണ്. നമ്മൾ അപ്പുറത്തൊക്കെ സിഗ്മ d² എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ സിഗ്മ dx² എന്ന് പറഞ്ഞു. പറയാൻ കാര്യം x-a അസ്യൂംഡ് മീനിൽ നിന്നും അസ്യൂംഡ് മീൻ കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ പ്രോബ്ലം നോക്കുക. എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, നമുക്ക് dx കാണണം. dx എന്ന് വെച്ചാൽ x-a. അപ്പോൾ അസ്യൂംഡ് മീൻ ആദ്യം എടുക്കണം. നമുക്ക് തൽക്കാലം അസ്യൂംഡ് മീൻ a എന്ന് പറയുന്നത് 15 എന്ന് എടുക്കാം. ലെറ്റ് a ഈക്വൽ ടു 15 അല്ലെങ്കിൽ 20, നിങ്ങളുടെ ഇഷ്ടത്തിന്, ഏകദേശം മിഡിലുള്ളതെന്ന് നോക്കി എടുത്തതാണ്. ഓക്കെ, അപ്പോൾ x-a ചെയ്യണം. അപ്പോൾ 5 മൈനസ് 15 മൈനസ് 10, 10 മൈനസ് 15 മൈനസ് 5, ആ രീതിയിൽ dx കിട്ടും. ദെൻ dxൻ്റെ സ്ക്വയർ കാണാം. ഓക്കെ, ഇവിടുത്തെ ഗുണമെന്ന് പറയുന്നത് മീൻ, ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ മീൻ കണ്ടുപിടിച്ചിട്ടല്ലായിരുന്നോ ചെയ്തത്? d എന്ന് പറയുന്നത് x-x എന്നായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് അസ്യൂംഡ് മീൻ എടുത്ത് ചെയ്യുവാണ്. അപ്പോൾ dx² കിട്ടി. രണ്ടിൻ്റെ സം നോക്കുന്നു. സിഗ്മ dx 35 എന്നും സിഗ്മ dx² 875 എന്നും കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ പഠിക്കുന്ന മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, സിഗ്മ dx² നോക്കിയേ, എത്രയാണ് കിട്ടിയിരുന്നത്? 875/n. n എത്രയാ? എണ്ണി നോക്കുക, 7 എണ്ണമാണ്. സോ /7 മൈനസ് സിഗ്മ dx എത്രയാണ്? 35/n, അതായത് /7, 35/7 അതിൻ്റെ സ്ക്വയർ. സോ അത് ചെയ്യുമ്പോൾ 875/7 ചെയ്ത് നോക്കുന്നു, 125 എന്ന് കിട്ടി. മൈനസ് 35/7 എത്രയാണ്? 35/7 എന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5ൻ്റെ സ്ക്വയർ 25, അതായത് റൂട്ട് ഓഫ് 125 മൈനസ് 25. സോ റൂട്ട് 100. റൂട്ട് 100 എന്ന് വെച്ചാൽ 10. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്ന് കിട്ടി. ഇനി x-ബാർ കൂടെ കാണാം. x-ബാർ കാണുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ CV കാണാൻ പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. CV കാണാനുള്ള ഇക്വേഷന് മാറ്റമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്ന് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മീൻ ആവശ്യമായിട്ട് വരും. അതിനാണ് മീൻ കാണുന്നത്. മീൻ കാണാനുള്ള ഇക്വേഷൻ a + സിഗ്മ dx/n. a എന്ന് വെച്ചാൽ അസ്യൂംഡ് മീൻ. അപ്പോൾ 15 + 35/7 ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10/20 ഇൻറ്റു 100, അപ്പോൾ 50% എന്ന് കിട്ടും CV. ഓക്കെ, സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. അത് ഹോംവർക്കായിട്ട് ചെയ്തേക്കുക. ഓക്കെ, ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്. SD 20.71, ദെൻ മീൻ 256, CV 8.09% എന്ന് കിട്ടും. അതൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ അത് നോക്കി കോപ്പി അടിക്കല്ല, തനിയെ ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. From the following table of marks obtained by 2 students, Ram and Lakshman, in test of 100 marks each, find out who is more intelligent and who is more consistent. അപ്പോൾ 2 കുട്ടികളുടെ മാർക്സ് തന്നിട്ടുണ്ട്.
ഔട്ട് ഓഫ് 100 മാർക്സാണ്. ഈ മാർക്സ് നോക്കിയിട്ട് ആരാണ് കൂടുതൽ ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ്, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആരാണ്, അതായത് ഒരു പരീക്ഷയ്ക്ക് തോറ്റു അടുത്ത പരീക്ഷയ്ക്ക് ജയിച്ചു അങ്ങനെയൊന്നും പറ്റില്ല. ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് മാർക്ക് പോകുന്ന ആർക്കാണ്. ഇത്രയാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും CV ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, വ്യത്യാസങ്ങൾ കാണുക, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുക. എങ്കിൽ മാത്രമേ ആരാണ് ഇൻ്റലിജൻറ്റ് ആരാണ് കൺസിസ്റ്റൻ്റ് എന്നൊക്കെ പറയാൻ പറ്റൂ. 2 കുട്ടികളുടെ ഡേറ്റ ഉണ്ട്, രണ്ടും ഇൻഡിവിജ്വൽ സീരീസ് തന്നെയാണ്. അപ്പോൾ രണ്ടുപേരെയും സെപ്പറേറ്റ് കോളംസ് വരയ്ക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുക, അല്ലെങ്കിൽ റാമിൻ്റെ ആദ്യം വരച്ച് താഴത്തെ ലക്ഷ്മണൻ്റെ കോളം വരയ്ക്കുക. തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് റാമിൻ്റെ ആദ്യം എഴുതുന്നു. എക്സ് വാല്യൂസ് 25, 50, 45 അങ്ങനെ എടുത്ത് എഴുതി. ദെൻ ഇനി കണ്ട എന്താ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് ബാർ അറിയണം. എക്സ് ബാർ എന്ന് വെച്ചാൽ റാമിൻ്റെ എക്സ് ബാർ കാണണം. ഓക്കെ, എന്നിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ അസ്യൂംഡ് മീൻ വഴി ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് ഈ പറഞ്ഞത്, മീൻ കണ്ടിട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അസ്യൂംഡ് മീൻ വെച്ച് ചെയ്യാം. അസ്യൂംഡ് മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സിൻ്റെ അകത്ത് ഏകദേശം മിഡ് വന്നൊരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂംഡ് മീനായിട്ട് എടുത്താൽ മതി. ഇവിടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി അസ്യൂംഡ് മീനായിട്ട് 15 എടുത്തു, 50. ഓക്കെ, അത് ഏതെടുത്താലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഒരുപോലെ തന്നെ വരും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് അതായത് ഡി എക്സിൻ്റെ കോളത്തിൽ എക്സ് മൈനസ് എക്ക് പകരം അസ്യൂംഡ് മീനായിട്ട് 15 എടുക്കുന്നു. സോ എക്സ് മൈനസ് 50. അപ്പോൾ 25 മൈനസ് 50 മൈനസ് 25, 50 മൈനസ് 50 0, 45 മൈനസ് 50 മൈനസ് 5. ആ രീതിയിൽ റാമിൻ്റെ DX കിട്ടും. ഇനി DX സ്ക്വയർ കൂടെ കാണുക. ഓക്കെ, മൈനസ് 25 സ്ക്വയർ 625. ആ രീതിയിൽ DX സ്ക്വയർ കണ്ടു. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെയൊക്കെ സം കണ്ടു. സിഗ്മ DX 60 എന്നും സിഗ്മ DX സ്ക്വയർ 2070 എന്നും കിട്ടി. അതുപോലെ ചില പിള്ളേർ ചെയ്യുന്നതാണ്, സിഗ്മ DX മൈനസ് 60 എന്ന് കിട്ടി. 60 അല്ല കേട്ടോ, -60 ആണ് കൂട്ടി വന്നപ്പോൾ കിട്ടിയത്. എന്നിട്ട് സിഗ്മ DX സ്ക്വയറിന് -60യുടെ സ്ക്വയർ എടുക്കും. അങ്ങനെയല്ല, അത് സിഗ്മ DX ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്നത് സമ്മേഷൻ ഓഫ് DX സ്ക്വയർ എന്നാണ്. അപ്പോൾ DX സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം എടുക്കണം. അതാണ് ഈ 2070. ഇതേപോലെ ലക്ഷ്മണൻ്റെ ഡേറ്റ കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്മ DX -70 എന്നും സിഗ്മ DX സ്ക്വയർ 6418 എന്നും കിട്ടും. ഓക്കെ, ഇനി 2 പേരുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും സെപ്പറേറ്റ് കാണുക. ആദ്യം റാമിൻ്റെത് കാണുന്നു. അപ്പോൾ ഹെഡിങ് ഒന്ന് കൊടുത്തേക്കണം. ഫോർ റാം SD = ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 13.08 എന്ന് കിട്ടും. മീൻ കാണണം, കാര്യം CV കാണാൻ വേണ്ടിയിട്ടാണ് മീൻ കാണുന്നത്. മീൻ കാണാനുള്ള ഇവിടുത്തെ ഇക്വേഷൻ A + സിഗ്മ DX/n ഇട്ട് കൊടുക്കുമ്പോൾ 44 എന്ന് കിട്ടും. അതായത് 50 + -60/10. -60/10 എത്രയാണ്? -6. അപ്പോൾ 50 - 6 44. അതുപോലെ CV കിട്ടി 29.73% എന്ന്. ഇതേപോലെ ലക്ഷ്മണൻ്റെയും SD കിട്ടി, മീൻ കണ്ടുപിടിച്ചു, CV കിട്ടി. ലക്ഷ്മണൻ്റെ CV 45.94% എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ കൂടുതൽ CV കുറവ് ആർക്കാണ്? ലോ CV ആർക്കാണ്? CV 29.73യും CV 45ഉം. 29 ആണോ 45 ആണോ കുറവ്? 29 കുറവ്. അപ്പോൾ കുറവ് CV ഉള്ള ആൾ ആരാണോ അയാളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ, കൂടുതൽ കൺസിസ്റ്റൻ്റ് അല്ലേ? അതായത് 29.73% കിട്ടിയ റാമാണ് മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ കൺസിസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. കൺസിസ്റ്റൻസി ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചു. അത് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു, റാമാണ് കൂടുതൽ കൺസിസ്റ്റൻറ്റ്. ഇനി ചോദിച്ചേക്കുന്നത് കൂടുതൽ ഇൻ്റലിജൻ്റ് ആരാണ്, കൂടുതൽ മാർക്ക് കിട്ടിയത് അല്ലെങ്കിൽ കൂടുതൽ ബ്രില്യൻ്റ് ആരാണ്. കൂടുതൽ മാർക്ക് കിട്ടിയത് അറിയാൻ വേണ്ടി മീൻ നോക്കിയാൽ മതി. മീൻ കൂടുതലുള്ള ആൾ ആരാണോ അയാളായിരിക്കും കൂടുതൽ ബ്രില്യൻ്റ്. മീൻ നോക്കിയേ, റാമിന് 44ഉം അതേസമയം ലക്ഷ്മണ് 53യും. 53 അല്ലേ കൂടുതൽ? ആണ്, 53 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും?
ലക്ഷ്മൺ ആയിരിക്കും. പക്ഷേ ലക്ഷ്മൺ സ്റ്റേബിൾ അല്ല, മാർക്ക് പല രീതിയിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് കമൻറ്റ് കൊടുക്കാം, ലക്ഷ്മണാണ് കൂടുതൽ ഇൻ്റലിജൻറ്റ്. അതേസമയം കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് റാമാണ്. മനസ്സിലായോ? ഇതേപോലത്തെ ഒരു പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ നമ്പർ 21. സോ നിങ്ങൾ ഈ പ്രോബ്ലം നോട്ടിൽ ക്വസ്റ്റ്യൻ 20 ചെയ്യണം എന്ന് നിർബന്ധമില്ല, പകരം അത് നോക്കി മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ 21 തനിയൊന്ന് ചെയ്ത് നോക്കുക. ഇതേ മെത്തേഡാണ്. ഓക്കെ, ഫൈനൽ ആൻസേഴ്സ് ഇവിടെ തന്നിട്ടില്ല, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നോക്കിക്കോളുക, അതാണോ കിട്ടുന്നതെന്നൊന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ, മദ്രാസും ഡൽഹിയും 2 ഡീറ്റെയിൽസ് ആയിരുന്നു തന്നിരുന്നത്. അതിൽ മദ്രാസിൻ്റെ SD എന്ന് പറയുന്നത് 8.331, മീൻ 115, CV 7.24%. ഇനി ഡൽഹിയുടെ കേസിൽ SD 10.09, മീൻ 119, CV 8.48%. ഓക്കെ, ഇത് വെച്ചിട്ട് കമ്പയർ കൂടെ ചെയ്തേക്കണം. That's all for today's class. Thank you.